ഏട്ടത്തി. നന്ദുവിൻ്റെ ഭാവം കണ്ടതും ആദ്യം ദയനീയമായി അവളെ ഇന്ന് വിളിച്ചു. അത് കേട്ടതും നന്ദു ഞെട്ടലോടെ തലയിന്ന് കുടഞ്ഞുകൊണ്ട് വീണ്ടും അവളെ തന്നെ നോക്കി. ആ നിമിഷം അവൾക്ക് എന്ത് പറയണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയില്ലായിരുന്നു. അവളൊന്നും മിണ്ടാതെ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും ആദ്യം ഓടിപ്പോയി അവളുടെ കയ്യിൽ പിടിച്ചു. ഏട്ടത്തി, പ്ലീസ് ഏട്ടത്തി, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആദ്യം ദയനീയമായ ശബ്ദത്തിൽ പറഞ്ഞതും നന്ദു അവളെ ഒന്ന് കടുപ്പിച്ചു നോക്കി. നീ ആദ്യം എൻ്റെ കയ്യിൽ നിന്ന് വിടാതി. അവൾ ദേഷ്യത്തോടെ പറഞ്ഞതും ആദ്യ സങ്കടത്തോടെ അവളുടെ കയ്യിൽ പിടിവിട്ടു. അപ്പോൾ ഇതിനു വേണ്ടിയായിരുന്നു അല്ലേ കൈ കഴുകാനാണെന്നും എന്നോട് കള്ളം പറഞ്ഞ് കുളത്തിലേക്ക് വന്നത്? നന്ദു ചോദിച്ചതും അവൾ അതിന് മറുപടിയൊന്നും പറയാതെ തല കുനിച്ച് നിന്നതേയുള്ളൂ. എന്നെ വിശ്വസിച്ചായിരിക്കില്ലേ ആദ്യം അവർ നിന്നെ എൻ്റെ കൂടെ വിട്ടത്? ഇതുമിപ്പോൾ നീ എന്നെ ചതിക്കുകയായിരുന്നില്ലേ? അയ്യോ ഏട്ടത്തി, അങ്ങനെയൊന്നും പറയല്ലേ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എക്സ്ക്യൂസ് മീ. നന്ദുവിനെ നോക്കിക്കൊണ്ട് ആദ്യം എന്തോ പറയാൻ തുടങ്ങിയതും അവിടെ മുൻപിൽ നിന്നും ആഫിയുടെ ശബ്ദം കേട്ടവർ തിരിഞ്ഞു നോക്കി. ഇരുവരും അവനെ നോക്കിയതും അവൻ നന്ദുവിനെ മനസ്സിലാകാതെ അതാരെന്ന രീതിയിൽ ആദ്യം ഒന്ന് നോക്കി. അത് ആഫിയേട്ടാ, ഇത് നന്ദിനി ഏട്ടത്തി, അനന്തുവേട്ടൻ്റെ ഭാര്യയാണ്. ഹായ്, ഞാൻ അഭിജിത്ത്. ആദ്യം പറഞ്ഞതും അവന് പുഞ്ചിരിച്ചുകൊണ്ട് നന്ദുവിന് നേരെ ഷേക്ക് ഹാൻഡിനായി കൈ നീട്ടി. പക്ഷെ അത് തിരികെ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിക്കാനോ അവനോട് എന്തെങ്കിലും സംസാരിക്കാനോ പറ്റിയ മാനസികാവസ്ഥയിലായിരുന്നില്ല നന്ദു. അത് മനസ്സിലാക്കിയതുപോലെ അവനൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവളോടായി പറഞ്ഞു. ഞാൻ ആദ്യയുടെ കോളേജിലെ അവളുടെ അധ്യാപകനാണ് ഏട്ടത്തി. മാത്രമല്ല ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലുമാണ്. അവൻ പറഞ്ഞതും അവളൊരു ഞെട്ടലോടെ അവർ ഇരുവരെയും മാറി മാറി നോക്കി. ആദ്യം അവളെ നോക്കാതെ തല കുനിച്ച് നിൽക്കുകയായിരുന്നു. ഒത്തിരി സ്നേഹിച്ചു പോയി ഏട്ടത്തി, പിരിയാൻ കഴിയില്ല. ഇവളെ കോഴ്സ് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് ആലോചിക്കാനിരിക്കുകയായിരുന്നു. അവൻ പറഞ്ഞതും അവൾ എന്തു പറയണമെന്നറിയാതെ ഒരു നിമിഷം നിന്നുപോയി. എല്ലാം ഇവൾ വിശദമായിട്ട് പറഞ്ഞു തരും. ഒന്ന് മാത്രം ഞാൻ ഉറപ്പ് തരാൻ ഏട്ടത്തി, ഇവളെൻ്റെ പ്രാണന. അത്രമാത്രം ഞാൻ ഇവളെ സ്നേഹിക്കുന്നുണ്ട്, ഒരിക്കലും ചതിക്കില്ല. അവനെ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവളുടെ ഒരു നിമിഷം മിണ്ടാ നിന്നു. ശേഷം അവനെ നോക്കിന്ന് തലയാട്ടി കാണിച്ച ശേഷം അവൾ ആദ്യയുടെ കൈയും പിടിച്ച് തിരിഞ്ഞ് നടന്നു. നന്ദുവിൻ്റെ പിന്നാലെ നടക്കുന്നിടയിൽ ആദ്യം തിരിഞ്ഞ് അവയെ ദയനീയമായി ഒന്ന് നോക്കി. അവളുടെ മുഖത്തെ ടെൻഷൻ കണ്ടതും ഒന്നു വരുന്ന രീതിയിൽ അവൻ അവളെ കണ്ണുകൾ കൊണ്ട് ആശ്വസിപ്പിച്ചു. ആദ്യയുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടക്കുന്നുണ്ടെങ്കിലും നന്ദു ഇതുവരെ അവളോട് ഒരു അക്ഷരം പോലും സംസാരിച്ചിരുന്നില്ല. വീട്ടിലേക്ക് എത്തുന്നതിന് മുന്നേയുള്ള പടിപ്പുരയിലേക്ക് കയറിയതും നന്ദു അവളെ പിടിച്ച് തനിക്ക് നിലനിർത്തി. ഇനി പറയേ, എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? മുന്നിൽ കൈയും കെട്ടി നിന്നുകൊണ്ട് അതീവ ഗൗരവത്തോടെ നന്ദു ചോദിച്ചതും ആദ്യയുടെ മുഖത്ത് ദൈന്യത നിറഞ്ഞു. അതേട്ടത്തി, ചോദിച്ചതിന് ഉത്തരം പറയാതി. 4 മാസം. വാട്ട്? അവൾ പറഞ്ഞു കേട്ടതും നന്ദു അവളെ അവിശ്വസനീയതയോടെ നോക്കി. വെറും 4 മാസം കൊണ്ടുള്ള ഇഷ്ടോ? അവൾ അത്ഭുതത്തോടെ ചോദിച്ചതും ആദ്യം അതെന്ന രീതിയിൽ തലയാട്ടി കാണിച്ചു. എൻ്റെ ആദി, നീ ഇതെന്ത് ഭാവിച്ചാ? ഈ 4 മാസം കൊണ്ട് നീ അയാളെ പൂർണ്ണമായും മനസ്സിലാക്കിയോ? അയാളുടെ പേരും ജോലിയും അറിയാമെന്നല്ലാതെ അയാളുടെ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് നിനക്കറിയോ? അറ്റ്ലീസ്റ്റ് അയാൾ ഏത് നാട്ടുകാരാണെന്നെങ്കിലും? നന്ദു ദേഷ്യത്തോടെ ചോദിച്ചതും അവൾ മറുപടിയൊന്നും പറയാതെ തല കുനിച്ച് നിന്നതേയുള്ളൂ. മോളെ, പ്രണയിക്കുന്നത് തെറ്റൊന്നുമല്ല. പക്ഷെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആള് നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവനാണോ എന്നെങ്കിലും അറിയണം. ആഫിയനെ ചതിക്കിലേട്ടത്തി, എനിക്ക് വിശ്വാസമാണ്. അവൾ നിറ കണ്ണുകളോടെ പറഞ്ഞതും നന്ദു അവളെ ഒരു നിമിഷം ഒന്ന് നോക്കി നിന്നു. എന്തുകൊണ്ടോ ഇനിയൊന്നും പറഞ്ഞവളെ വിഷമിപ്പിക്കാൻ നന്ദുവിനും തോന്നിയില്ല. ഓക്കെ, നിന്റെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനിയൊന്നും പറയുന്നില്ല. പക്ഷേ ഇതുപോലുള്ള രഹസ്യ കൂടിക്കാഴ്ചകളൊന്നും ഇനി വേണ്ട. അയാൾക്ക് നിന്നെ അത്രയും ഇഷ്ടമാണെങ്കിൽ അയാളോട് എത്രയും പെണ്ണ് വന്ന് നിന്നെ വിവാഹം ആലോചിക്കാൻ പറയേ. ഉടനെ വിവാഹം നടത്തിയില്ലെങ്കിലും ഉറപ്പിച്ചെങ്കിലും വെക്കാലോ. നന്ദു പറഞ്ഞതും ആദ്യം ഒരു പുഞ്ചിരിയോടെ തലയാട്ടി. ഞാൻ അഫിയേട്ടനോട് പറയാൻ വേണ്ടതി. കണ്ണുനീർ ഒഴുകിയിറങ്ങുന്നുണ്ടെങ്കിലും ഒരു പുഞ്ചിരിയോടെ അവൾ പറയുന്ന കേട്ട് നന്ദു അവളുടെ കവിളിൽ അരുമയെന്ന് തലോടി. ശേഷം ആ ഒഴുകിയിറങ്ങിയ കണ്ണുനീർ പതിയെ തുടച്ചു കൊടുത്തു. വാ, ഇനി ലേറ്റായി എൻ്റെ മോള് എനിക്ക് പണി തരും. അത്രയും പറഞ്ഞുകൊണ്ട് നന്ദു മുന്നോട്ട് നടന്നതും ആദിയുടെ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരിയോടെ അവളുടെ പിന്നാലെ നടന്നു. രാത്രി ലാൻഡ് റൂമിലേക്ക് വരുമ്പോൾ കുഞ്ഞിനെ ബേബി ബെഡിൽ ഉറക്കി കിടത്തിയ ശേഷം റൂമിലൂടെ തേക്ക് വടക്ക് നടക്കുകയായിരുന്നു നന്ദുവിനെയാണ് കണ്ടത്. മുട്ടുവരെ ഇറക്കമുള്ള ഒരു വൈറ്റ് സ്ലീവ്ലെസ് നൈറ്റ് ഡ്രസ്സായിരുന്നു അവളുടെ വേഷം. നഖവും കടിച്ച് തുപ്പി ടെൻഷനോടെ നടക്കുന്നവളെ കണ്ടതും ആനന്ദിനെ നെറ്റി ചുളിഞ്ഞു. ഇന്ന് ക്ഷേത്രത്തിൽ നിന്നും വന്ന നേരം മുതൽ ഇവൾ ഇങ്ങനെ തന്നെയായിരുന്നെന്ന് അവൻ ഓർത്തു. ഭക്ഷണം കഴിക്കുമ്പോഴും കുഞ്ഞിനെ ഉറക്കുമ്പോഴുമൊക്കെ അവളിങ്ങനെ ഓരോന്നും ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്കിലും ആ നിമിഷം അവൻ അവളോടൊന്നും ചോദിക്കാൻ നിൽക്കാതെ സ്റ്റാൻഡിൽ കിടന്ന ടവലും എടുത്തുകൊണ്ട് വാഷ്റൂമിലേക്ക് കയറി. ഞാനത് നന്ദേട്ടനോട് എങ്ങനെ പറയും? പറഞ്ഞ ഏട്ടൻ ആദ്യം വഴക്ക് പറയോ, ഇനി തല്ലുവോ മറ്റോ ചെയ്യോ? ഈശ്വര, ഞാനിപ്പോൾ എന്ത് ചെയ്യും? ഇന്ന് വരെ ഞാനൊന്നും ഏട്ടനോട് പറയാതിരുന്നിട്ടില്ല.
പക്ഷേ ഇതിപ്പോൾ പറയാനും പറ്റുന്നില്ലല്ലോ ഭഗവാനെ. ശരിക്കും ചെകുത്താനും കടലിൽ നടുവിൽ നിൽക്കുന്ന പോലെ. അവൾ പതി പിറുപിറുത്തുകൊണ്ട് കട്ടിലേക്കിരുന്നു. ആനന്ദ് കുളിച്ചിറങ്ങിയിട്ടും കട്ടിലെന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നവളെ കണ്ട് അവൻ ശ്വാസം എടുത്തു വിട്ടു. ശേഷം തോളിലൂടെ ഇട്ടിരുന്ന ടവലിൻ്റെ ഒരു വശം കൊണ്ട് അവൻ്റെ മുടി തോർത്താൻ തുടങ്ങി. അപ്പോഴേക്കും അവൻ്റെ കണ്ണുകൾ സീലിംഗ് നോക്കി ആലോചനയിലിരിക്കുന്ന നന്ദുവിന്മേൽ തന്നെയായിരുന്നു. തല തുവർത്തിയ ശേഷം അവൻ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് കോമ്പെടുത്ത് മുടി കോതി ഒതുക്കി. ശേഷം കബോർഡിൽ നിന്നും ഒരു ടീഷർട്ട് എടുത്ത് ധരിച്ച ശേഷം അവൻ നന്ദുവിൻ്റെ പിന്നിലായി ചെന്നിരുന്ന് അവളെ പൊക്കിയെടുത്ത് തൻ്റെ മടിയിലേക്കിരുത്തി. ആ അമ്മേ. അവൻ റൂമിൽ വന്നതോ ഫ്രഷ് ആവാൻ പോയതോ ഒന്നും അറിയാതെ സ്വപ്നലോകത്തെ ബാലഭാസ്കരിയെ ഇരുന്ന നന്ദു പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ ഞെട്ടിപ്പോയി. എങ്കിലും തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ സ്പർശവും ഗന്ധവും അറിഞ്ഞതും അവൾ ചെറുദേഷ്യത്തോടെ അവനെ തിരിഞ്ഞു നോക്കി. ഓ, പേടിപ്പിച്ച് കളഞ്ഞില്ല നന്ദേട്ടാ. അവൾ അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൻ അവളെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചു. അവൻ്റെ ഇടം കയ്യിലേക്ക് ചായച്ച് കിടത്തിക്കൊണ്ട് അവളെ ചുണ്ടിലേക്ക് അവൻ്റെ ചുണ്ടുകൾ ചേർത്തു. സംഭവിച്ച് എന്തെന്ന് മനസ്സിലാകും മുന്നേ അതേ പൊസിഷനിൽ തന്നെ അവളെ കട്ടിലേക്ക് കിടത്തിക്കൊണ്ട് അവൻ അവളുടെ ദേഹത്തേക്ക് അമർന്നു. എന്താ എവിടെ കാര്യങ്ങൾ? ഏടത്തി ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? എവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, ഇതുവരെയും പ്രശ്നങ്ങളൊന്നുമില്ല. ഏടത്തി ആരോടൊന്നും പറഞ്ഞിട്ടില്ല. ഫോണിൽ കൂടെയുള്ള ആൽഫിയുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു ആദി. ആ നേരം വരെ നന്ദു ആരോടെങ്കിലും എന്തെങ്കിലും പറയുമെന്ന് അവളും ഭയന്നിരിക്കുകയായിരുന്നു. ഭക്ഷണം കഴിഞ്ഞ് നന്ദു മുറിയിലേക്ക് പോയതിനു ശേഷമാണ് അവൾ ശ്വാസം നേരെ വിട്ടത് തന്നെ. അതെന്തായാലും നന്നായി. ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഒന്ന് നന്നായി തന്നെ ഭയന്ന് കേട്ടോ ആദി. അതെന്തായാലും നന്നായി. ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ നന്നായിട്ടൊന്നും ഭയന്ന് കേട്ടോ ആദി. വീട്ടിൽ വന്നിട്ട് ആകെ ടെൻഷനായിരുന്നു. ഇപ്പം നിൻ്റെ വീട്ടിൽ പ്രശ്നമൊന്നും ഇല്ലെന്ന് അറിഞ്ഞതിന് ശേഷമാണ് എനിക്കൊന്ന് സമാധാനമായത്. അവൻ പറഞ്ഞതും അവളൊന്ന് മൂളിയതേയുള്ളൂ. അവളുടെ ആ മൗനം അവനിൽ സംശയം നിറച്ചു. എന്താടാ, എന്തു പറ്റി നിനക്ക്? ആകെ ഒരു നിശബ്ദത. സാധാരണ എന്നോട് വാ തോരാതെ സംസാരിക്കുന്ന പെണ്ണല്ലായിരുന്നോ? ഇപ്പം എന്തു പറ്റി? വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്ക്? അവൻ വീണ്ടും ചോദിച്ചതും അവളൊന്ന് ചെറുതായിട്ട് മൂളി. എന്താടാ, എന്നോട് പറയൂ. അവൾ പറഞ്ഞു കേട്ട് അവൻ അല്പം ടെൻഷൻ കലർന്ന സ്വരത്തിൽ ചോദിച്ചു. അത് അവിയേട്ടാ, ഇന്ന് തിരികെ വരുന്ന വഴി ഏട്ടത്തി എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അത് കേട്ടപ്പോൾ മുതൽ എനിക്ക് എന്തോ പോലെ. അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. എന്ത് കാര്യങ്ങൾ? എന്താ ഏട്ടത്തി പറഞ്ഞത്? അതും പറഞ്ഞുകൊണ്ട് അവൾ നന്ദു പറഞ്ഞതെല്ലാം അവനോട് പറഞ്ഞു. അവൾ പറഞ്ഞു കഴിഞ്ഞതും ഒരു നിമിഷം അവൻ നിശബ്ദനായി. ശേഷം ഒന്ന് ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് അവളോട് പറയാൻ തുടങ്ങി. എൻ്റെ ആദി, ഇത്രയുണ്ടായിരുന്നല്ലോ. ഇതിനാണോ എൻ്റെ കൊച്ചിങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ ഏടത്തി പറഞ്ഞില്ല എന്താ തെറ്റ്? എന്നെക്കുറിച്ച് ഞാൻ പറഞ്ഞുള്ള അറിവ് നിനക്കുള്ളൂ. എന്നോടുള്ള പ്രണയം കൊണ്ട് നീ അത് വിശ്വസിക്കും. പക്ഷെ എല്ലാവരും അങ്ങനെ ആവണമെന്നുണ്ടോ? ഏടത്തി ഇന്നാണ് എന്നെ കാണുന്നത് തന്നെ. അതുമാത്രമല്ല, വെറും 4 മാസം കൊണ്ട് നമ്മളെ പ്രണയം ഇത്രയും വളർന്ന് പന്തലിച്ചു എന്ന് പറയുമ്പോൾ ഏട്ടത്തേക്കൊരു ഡൗട്ട് തോന്നി. അത്രയേ ഉള്ളൂ. ഏട്ടത്തിൻ്റെ ആ സംശയം മാറ്റിക്കൊടുക്കേണ്ടത് എൻ്റെ കടമയാണ്. അതും എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ മാറ്റിക്കൊടുത്തോളാം. അതുകൊണ്ട് എൻ്റെ കൊച്ചിനി കൂടുതലൊന്നും ചിന്തിക്കാതെ ചേട്ടനൊരു കിടലിൻ ഉമ്മയും തന്നിട്ട് പോയി കിടന്നുറങ്ങാൻ നോക്ക്. അതുവരെ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞ ശേഷം അവസാനം ഒരു കുസൃതിയോടെ അവൻ പറഞ്ഞു നിർത്തിയതും അവളുടെ കവളിൽ ചുവപ്പ് രാശി പടർന്നു. അപ്പോൾ പെട്ടെന്ന് തന്നു. എന്ത്? ഉമ്മയില്ല ബാപ്പ, പോവിടുന്ന്. അതും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുമ്പോൾ അവളെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിടർന്നു നിന്നിരുന്നു. ബാൽക്കണിയിലെ റെയിലിങ്ങിൽ പിടിച്ചു നിന്നുകൊണ്ട് ആകാശത്തെ നക്ഷത്രങ്ങൾ നോക്കി നിൽക്കുകയായിരുന്നു ആവണി. അവളുടെ മനസ്സ് മുഴുവനും നൂലുവിട്ട പട്ടം പോലെ പാറ നടന്നു. ഇനി ഒരിക്കലും ആനന്ദിലേക്ക് ഒരു തിരിച്ചു പോക്കില്ല എന്ന സത്യത്തെ അവൾ ഉൾക്കൊണ്ടു കഴിഞ്ഞു. എങ്കിലും ചില സമയങ്ങളിൽ അവൾക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിനെ മറികടക്കാനായി അവൾ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തും. അവളൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയതും മുന്നിൽ തന്നെ നോക്കി നിൽക്കുന്ന ആകാശിനെ കണ്ട് അവളുടെ മുഖം വാടി. ഒന്നും മിണ്ടാതെ അവൾ അകത്തേക്ക് നടക്കാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. ഒന്ന് നോക്ക് പോലും ചെയ്യാതെ പോകാനും മാത്രം നീ അത്രയേറെ ഏട്ടനെ വീർത്തു പോയോ ആവണി? അവളെ നോക്കി ദയനീയമായ സ്വരത്തിൽ അവൻ പറഞ്ഞതും അവൾ മറുപടിയൊന്നും പറയാതെ ഒരു നിമിഷം അവനെ തന്നെ നോക്കി നിന്നു. മോളെ, അവൻ ഇടർച്ചയോടെ വിളിക്കുമ്പോഴേക്കും അവൾ ഒരു കരച്ചിലോടെ അവൻ്റെ നെഞ്ചിലേക്ക് വീണിരുന്നു. എന്തിനു വേണ്ടിയായിരുന്നു ഏട്ടാ എൻ്റെ സന്തോഷങ്ങളെല്ലാം നശിപ്പിച്ച് കളഞ്ഞിട്ട് ഏട്ടൻ എന്താ നേടിയത്? അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി വെച്ച് ആർത്തലച്ച് കരയുന്നതിനിടയിൽ അവൾ ഓരോന്നും പദം പറഞ്ഞുകൊണ്ടിരുന്നു. നിമിഷങ്ങൾ കടന്നു പോകുമ്പോഴേക്കും അവളുടെ കരച്ചിലിൻ്റെ ആക്കം കുറഞ്ഞു വന്നു. പതിയത് നേരത്തെ തേങ്ങലുകളായി മാറി. അവളുടെ സങ്കടങ്ങളെല്ലാം ഒരു പരിധി വരെ അവൻ്റെ നെഞ്ചിൽ ഒഴുക്കി വിട്ട് കളഞ്ഞതും അവൾ മുഖമുയർത്തി അവനെ നോക്കി. മോളെ,
അവൻ വാത്സല്യത്തോടെ അവളെ വിളിച്ചതും അവളൊന്ന് മൂളിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടെ പതുങ്ങി. ഏട്ടൻ മോളോടൊരു കാര്യം പറഞ്ഞാൽ മോൾ അനുസരിക്കുമോ? മുഖവരിയോടെ കൂടി അവൻ ചോദിച്ചതും അവൾ നെറ്റിച്ച് വിളിച്ചുകൊണ്ട് അവനിൽ നിന്നും അകന്നു മാറി. അവളുടെ നോട്ടം കണ്ടതും അവനൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് തിരിഞ്ഞ് പുറത്തെ കട്ട പിടിച്ച ഇരുട്ടിലേക്ക് നോക്കി നിന്നു. എന്തേട്ടാ? അവൻ്റെ മുഖഭാവം കണ്ടതും അവൾക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി. പറയാം, അതിനു മുന്നേ നമുക്ക് നാളെ ഒരിടം വരെ പോകണം. അവൻ പറഞ്ഞതും അവൾ നെറ്റിച്ച് വിളിച്ചുകൊണ്ട് അവനെ സംശയഭാവത്തിൽ നോക്കി. ശേഷം സമ്മതമെന്ന രീതിയിൽ തലയാട്ടിയതും അവനൊരു പുഞ്ചിരിയോടെ അവളെ കവിളിൽ പതിയൊന്ന് തലോടി. നേരം ഒരു പടായി, ഇനി മോള് പോയി കിടന്നു. അവൻ പറഞ്ഞതും അവൾ പതിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. ഒരു നിമിഷം അവൾ പോയ വഴി നോക്കിയതിന് ശേഷം അവനും ഒരു നെടുവീർപ്പോടെ തൻ്റെ മുറിയിലേക്ക് നടന്നു. ഇതേ സമയം നാളെ ആവണിയുമായിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആകാശ് അയച്ച മെസ്സേജിലേക്ക് ശ്രീ വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ടിരുന്നു. അവൻ്റെ മനസ്സ് നിറയെ നാളെ തന്നെ പ്രണയം ആവണി അറിയുമ്പോഴുള്ള അവളെ പ്രതികരണത്തെക്കുറിച്ച് ഓർത്തായിരുന്നു. അവൻ ഉറക്കം വരാത്ത മിഴികളോടെ സീലിങ്ങിലേക്ക് നോക്കി കണ്ണു നട്ട് കിടന്നു. നന്ദുവിൻ്റെ മാറിൽ മുഖം അമർത്തി തളർന്നു കിടക്കുന്ന ആനന്ദ് പതിയെ കണ്ണുകൾ തുറന്ന് അവളെ ഒന്ന് നോക്കി. കിതപ്പടക്കാൻ പാടുപെടുന്നവളെ അവനൊരു പുഞ്ചിരിയോടെ നോക്കിയ ശേഷം പതിയെ അവളുടെ നെറുകയിലായിട്ട് അമർത്തി ചുംബിച്ചു. ശേഷം കാൽ കീഴിൽ കിടന്ന ബ്ലാങ്കറ്റ് എടുത്ത് ഇരുവരുടെയും മേലോട്ട് ഇട്ടുകൊണ്ട് അവൾ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ആ നിമിഷം അവളുടെ കണ്ണുകൾ സൈഡിലുള്ള ബേബി ബെഡിൽ സുഖമായി കിടന്നുറങ്ങുന്ന തങ്ങളുടെ പൊന്നോമനയുടെ തുടയിൽ പതിയെ താളം തട്ടി. നന്ദു. അല്പസമയം അങ്ങനെ കിടന്നു കഴിഞ്ഞതും ആനന്ദ് പതിഞ്ഞ ശബ്ദത്തിൽ അവളെ വിളിച്ചു. കണ്ണുകൾ അടഞ്ഞു പോകുന്നതിനിടയിൽ അവൻ്റെ ശബ്ദത്തിന് മറുപടിയായിട്ട് അവളെന്ന് മോളി. ഇനി പറയേ, എന്തായിരുന്നു ഇത്രയും നേരം എൻ്റെ പെണ്ണിൻ്റെ ഈ കുഞ്ഞ് തല പുകച്ചുകൊണ്ടിരുന്ന പ്രശ്നം? അവൻ ചോദിച്ചതും അവൾ ഞെട്ടലോടെ മുഖമുയർത്തി അവനെ ഒന്ന് നോക്കി. അന്തം വിട്ട് നോക്കണ്ട, ഈ മുഖമൊന്നും മാറിയാൽ എനിക്ക് മനസ്സിലാകും. പിന്നെയാണ് ഇത്രയും നേരം ഇവിടെ നഖവും കടിച്ച് തേരപ്പാരം നടന്നിട്ട് ഞാൻ മനസ്സിലാകാതിരിക്കുന്നത്. അവൻ കപട ദേഷ്യത്തോടെ പറഞ്ഞതും അവളൊന്ന് ഇളിച്ച് കാണിച്ചു കൊടുത്തു. അപ്പം പറഞ്ഞു, എന്തായിരുന്നു കാര്യം? അവൻ വീണ്ടും ചോദിച്ചതും അവളൊന്ന് പരങ്ങി. അത് പിന്നെ ഏട്ടൻ അത് അറിഞ്ഞെന്ന് വെച്ച് പോയി ചോദിക്കാനൊന്നും നിൽക്കരുത്. ഏട്ടനോട് എനിക്കൊന്നും മറച്ചു വയ്ക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അവൾ മുൻകരുതൽ പോലെ പറഞ്ഞതും അവൻ അവളെ നെറ്റിച്ച് വിളിച്ചുകൊണ്ട് നോക്കി. അതില്ലേ, നമ്മുടെ ആദിയില്ലേ? അവൾ പറയാൻ കിടന്ന് വിൽക്കുന്നത് കണ്ടതും അവൻ ബ്ലാങ്കറ്റിനിടയിലൂടെ അവളെ നഗ്നമായ അടിവയറ്റിലേക്ക് അവൻ്റെ കൈകൾ ഇഴച്ച് കയറ്റി. പതിയെ അവിടെ നിന്ന് അമർത്തിയതും അവളൊന്ന് പുളഞ്ഞുപോയി. നന്ദേട്ടാ, ഞാൻ പറയാം. അവൾ ചാടി എഴുന്നേറ്റ് അവൻ്റെ കൈ പിടിച്ച് മാറ്റിക്കൊണ്ട് പറഞ്ഞതും അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടാന്നു. പറയേ. അവൻ മലർന്ന് കിടന്നുകൊണ്ട് ഇരു കൈകളും ചേർത്ത് തലയ്ക്ക് പിന്നിലേക്ക് വെച്ചുകൊണ്ട് അവളോടായി ചോദിച്ചതും അവളൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറയാൻ തുടങ്ങി. അത് പിന്നെ നന്ദേട്ടാ, നമ്മുടെ ആദിക്ക് അവളെ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു സാറിനോട് പ്രണയം. വാട്ട്? അവൾ പറഞ്ഞു കഴിഞ്ഞതും അവൻ ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു. നീ എന്താ പറഞ്ഞത് നന്ദു? നമ്മുടെ ആദിയുടെ കാര്യം തന്നെയാണോ പറഞ്ഞത്? അവൻ വിശ്വാസം വരാത്തതുപോലെ വീണ്ടും ചോദിച്ചതും അവൾ അതേന്ന രീതിയിൽ തലയാട്ടി കാണിച്ചു കൊടുത്തു. ശേഷം ഇന്ന് അമ്പലത്തിൽ പോയപ്പോൾ അവിടെ വെച്ച് അവൾ കണ്ട എല്ലാ കാര്യങ്ങളും അവൾ വള്ളിപ്പുള്ളി തെറ്റാതെ അവനോട് പറഞ്ഞു കൊടുത്തു. എല്ലാം കേട്ട് കഴിഞ്ഞതും അവൻ കട്ടിൽ നിന്നും പതി എഴുന്നേറ്റ് നിലത്ത് കിടന്ന മുണ്ടും ടീഷർട്ടും എടുത്ത് ധരിച്ചു. ശേഷം ഡ്രോയിൽ നിന്നും ഒരു സിഗരറ്റും എടുത്ത് കത്തിച്ചുകൊണ്ട് ബാൽക്കണിയിലെ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. അവൻ പോന്നു നോക്കി കുറച്ചു സമയം നന്ദു അതേപോലെ ഇരുന്നു. ശേഷം ഒരു നെടുവീർപ്പോടെ നിലത്ത് കിടന്ന് തൻ്റെ ഡ്രസ്സ് എടുത്ത് ധരിച്ചുകൊണ്ട് അവൻ്റെ അരികിലേക്ക് നടന്നു. നന്ദേട്ടാ, എന്തു ആലോചിച്ചുകൊണ്ട് സിഗരറ്റിൻ്റെ പുക ഊതി വിടുന്ന ആനന്ദിനെ നന്ദു പുറകിൽ നിന്ന് വിളിച്ചു. ശേഷം അവൻ്റെ അരികിലേക്ക് ചെന്ന് അവൻ്റെ ചുണ്ടിലിരുന്ന സിഗരറ്റ് പിടിച്ചു വാങ്ങി നിലത്തേക്കിട്ട് ഞെരിച്ചു. നീ എന്താ നന്ദു ഈ കാണിച്ചത്? അവളുടെ പ്രവൃത്തി ഇഷ്ടപ്പെടാതെ അവൻ ദേഷ്യത്തോടെ ചോദിച്ചതും അവൾ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. വന്നിപ്പോൾ ഏട്ടൻ ഒട്ടും ബോധമില്ലാണ്ടായോ? മുറിയിൽ നമ്മുടെ മോൾ കിടന്നുറങ്ങുന്നത് ഏട്ടൻ കണ്ടില്ലായിരുന്നോ? എന്നിട്ട് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ ഇത് പുകച്ചു കയറ്റാൻ പാടുണ്ടോ? അവൾ ദേഷ്യത്തോടെ ചോദിച്ചപ്പോഴാണ് അവൻ ആ കാര്യം ഓർത്തത് തന്നെ. അവൻ സ്വയം തലയിൽ നടിച്ചുകൊണ്ട് കണ്ണുകൾ മുറുക്കി അടച്ചു. സോറി മോളെ, ഞാൻ പെട്ടെന്നുള്ള ടെൻഷനിൽ. അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, ഇപ്പം എന്തിനാ ഈ ടെൻഷൻ? ആദ്യക്കൊരു പ്രണയമുണ്ടെന്നറിഞ്ഞത് കൊണ്ടാണോ? അവളൊരു ചിരിയോടെ ചോദിച്ചതും അവനും ഒന്ന് പുഞ്ചിരിച്ചു. അതിപ്പോൾ പെങ്ങളന്മാരുള്ള എല്ലാ ആങ്ങളന്മാർക്കും അവരുടെ പ്രണയത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ടെൻഷൻ തന്നെയാണല്ലോ. അവൻ അതേ ചിരിയോടെ തന്നെ പറഞ്ഞതും അവൾ അവനെ നിന്ന് നോക്കി തലയാട്ടി. ഇനിയിപ്പോൾ എന്താ അവളെ പ്ലാൻ? ഇങ്ങനെ പ്രേമം എന്ന് പറഞ്ഞ് നടക്കാനാണോ? 18 വയസ്സായതല്ലേ ഉള്ളൂ. എങ്കിലും അവൾക്ക് അതിൻ്റെതായ പക്വതയൊക്കെ ഉണ്ട് നന്ദേട്ടാ. പിന്നെ അയാളും ഒരു കോളേജ് അധ്യാപകനല്ലേ? അവൾ പറഞ്ഞുകൊണ്ട് അവനെ നോക്കിയതും അവൻ എന്തോ ആലോചിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. ഏട്ടൻ എന്താ ആലോചിക്കുന്നത്? അവൻ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന കണ്ടതും അവൾ നെറ്റിച്ച് വിളിച്ചുകൊണ്ട് ചോദിച്ചു.
ഞാൻ അവരെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. നീ പറഞ്ഞതുപോലെ അവൻ വീട്ടുകാരെയും കുട്ടി പെണ്ണ് ചോദിക്കാൻ വന്നാൽ എത്ര പെട്ടെന്ന് അവളെ വിവാഹം ചെയ്ത് വിടാൻ പറ്റുമോ? 18 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ഒരു 23 വയസ്സെങ്കിലും ആകാതെ എങ്ങനാ? അവൻ പറഞ്ഞത് കേട്ടതും അവൾ അവൻ്റെ കൈക്കുഴിയിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ തോളിൽ തല ചായച്ച് കിടന്നു. എൻ്റെ ഏട്ടാ, അതിനാദ്യം അവൻ്റെ വീട്ടുകാർ വരട്ടെ, അത് കഴിഞ്ഞല്ലേ ബാക്കി. അവളൊരു പുഞ്ചിരിയോടെ പറഞ്ഞതും അവനും ഒരു നെടുവീർപ്പോടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ഇരുട്ടിലേക്ക് നോക്കി നിന്നു. നമ്മൾ എങ്ങോട്ട് പോകുന്നത് ആകേശേട്ടാ? രാവിലെ ആകാശിൻ്റെ കൂടെ കാറിൽ സഞ്ചരിക്കുന്നിടയിൽ ആവണി അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് നമുക്ക് ഒരാളെ കാണാനുണ്ട്. ആരെ? അത് അവിടെ എത്തിയിട്ട് അറിയാം. അവൻ പറഞ്ഞതും പിന്നെ അവൾ കൂടുതലൊന്നും ചോദിക്കാൻ നിന്നില്ല. ബീച്ച് സൈഡിലെ പാർക്കിംഗ് ഏരിയയിലേക്ക് കാർ നിർത്തിയതും ആവണി സംശയത്തോടെ അവനെ നോക്കി. വാ, അവളെ നോക്കി പറഞ്ഞുകൊണ്ട് അവൻ കാറിൽ നിന്നും ഇറങ്ങിയതും പിന്നാലെ ഒരു സംശയത്തോടെ അവളും ഇറങ്ങി. അവൻ്റെ കൈയും പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നതും കുറച്ചു മാറി ആഞ്ഞടിക്കുന്ന തിരമാലയിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന ശ്രീനാഥിനെ കണ്ട് അവൾ നെറ്റിച്ചുളിഞ്ഞു. ശ്രീയേട്ടനും ഉണ്ടായിരുന്നോ? അവൾ ചോദിച്ചതിന് മറുപടിയായി അവനൊന്ന് മൂളിയതേയുള്ളൂ. ശ്രീ എന്തു ആലോചിച്ചുകൊണ്ട് നിന്നവൻ്റെ പിന്നിൽ ചെന്ന് നിന്നുകൊണ്ട് വിളിച്ചതും ഒരു ഞെട്ടലോടെ അവൻ തിരിഞ്ഞു നോക്കി. മുന്നിൽ നിൽക്കുന്ന ആവണിയെ കണ്ടതും അവൻ്റെ കണ്ണുകൾ വിടർന്നു. ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു. കുറച്ചു സമയം അവളെ തന്നെ നോക്കിയതിന് ശേഷം അവൻ കണ്ണുകൾ മാറ്റി. നിങ്ങളെപ്പോൾ വന്നു? ഇപ്പോൾ വന്നതേയുള്ളൂ. ആവണി എന്ന് നോക്കിക്കൊണ്ട് അവൻ ആകാശിനോടായി ചോദിച്ചതും അവൻ മറുപടി പറഞ്ഞു. ആവണി, ശ്രീക്ക് തന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അതെന്താണെന്ന് കേട്ടിട്ട് വാ. ആവണിയെ നോക്കി അത്രയും പറഞ്ഞ ശേഷം ശ്രീ എന്ന് കണ്ണ് കാണിച്ചുകൊണ്ട് അവൻ തിരിഞ്ഞു നടന്നതും ഒന്നും മനസ്സിലാക്കാതെ അവർ ഇരുവരെയും മാറി മാറി നോക്കി നിൽക്കുകയായിരുന്നു ആവണി.